വധുവരന്മാർ ഇനി മാല മാറ്റിക്കൊള്ളുക. വിശ്വം വിഷ്ണുർവശത്കാരോ ഭൂതഭവ്യഭവത്പ്രഭു ഭൂതകൃദ്ഭൂതബുദ്ധാവോ ഭൂതാത്മാ ഭൂതഭാവനഃ ഭൂത ആത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയപുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവ ച യോഗോ യോഗവിദാം നേതാ പ്രധാനപുരുഷേശ്വര നാരസിംഹോ ശ്രീമാൻ. എടി മേഘനെ, അരുന്ധതി, എന്താടി ഇത്? എന്തിനാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? അവിടെ അവിടെ എങ്ങനെയാന്ന് മേഘന വന്നിരിക്കുന്നേ? കല്യാണ പെണ്ണിന്റെ സ്ഥാനത്ത് മേഘനയ്ക്ക് പകരം പിന്നെ ആരാ വന്നിരിക്കണ്ടേ? അത് പിന്നെ ശരിയല്ലേ? അത് ശരിയാണ്. മേഘന തന്നെ അവിടെ ഇരിക്കണ്ടേ. ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ആലോചിച്ച് മേഘനയല്ലേ അവിടെ ഇരിക്കേണ്ടത്. ഇനി എഴുന്നേൽക്ക, രണ്ടുപേരും കൂടി മൂത്തവരുടെ അനുഗ്രഹം മേടിക്ക. നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. ഇവൾ അതിനിടയ്ക്ക് എവിടെ പോയി? എന്റെ പൊന്നുമോള് എവിടെയാ? കണ്ട സ്വപ്നങ്ങളൊക്കെ വെള്ളത്തിലായല്ലോ. ശാലു, ശാലിനി, 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 എന്താടി ഇത്? അയ്യോ, ശാലു, 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 എന്തു പറ്റി മോളെ? എഴുന്നേക്ക്. എന്താടി നിനക്ക് പറ്റിയ? ഞാനല്ലേടി നിന്നെ കൊണ്ടുപോയി ആ കല്യാണപ്പന്തലിൽ ഇരുത്തിയത്. കല്യാണപ്പന്തലിൽ മണവാട്ടിയായിട്ട് ഇരിക്കേണ്ട നിന്നെ കൊണ്ടുവന്ന് ആരാടി ഇവിടെ കെട്ടിയിട്ടത്? എപ്പോഴായി മറിമായം നടന്നേ? അത് ഞാൻ പറയാം. നീ മേഘനയുടെ ആരാ? ചെറിയമ്മ. ചെറിയമ്മ? അമ്മ കഴിഞ്ഞാൽ അമ്മയ്ക്ക് തുല്യമായ സ്ഥാനം. എങ്ങനെ ഇത്രയും നികൃഷ്ടമായ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നി? ഒന്നും അറിയാത്ത പാവം മേഘനയോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ പറയുന്നേ? എന്താ ചെയ്തതെന്ന് ഇനിയും അറിയില്ല. അറിയാത്തോണ്ടാണോ നിന്റെ മോൾ മേഘനയുടെ അതേ ഗെറ്റപ്പിൽ നിൽക്കുന്നത്? അത് മേഘനയുടെ അനിയത്തിയല്ലേ, അതുകൊണ്ടാ. പോരുത്. ഇനി അഭിനയിക്കാനാ ഭാവമെങ്കിൽ എല്ലാവരുടെയും മുൻപിൽ കൊണ്ടു നിർത്തി തൊലി ഒരിച്ച് നാണം കെടുത്തു. കോടീശ്വരന്റെ ഭാര്യയാക്കാൻ നീ നിന്റെ മോളെ മേഘനയുടെ സ്ഥാനത്ത് മിഥുന്റെ അടുത്തുകൊണ്ട് ഇരുത്തിയപ്പോ തന്നെ നീ എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാ. ഇത്രയ്ക്ക് കണ്ണിങ്ങായി പെരുമാറാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. ഞങ്ങളിത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. നിന്റെ പ്ലാൻ തകിടം മറിച്ച് നിന്റെ മോളുടെ സ്ഥാനത്ത് വീണ്ടും മേഘനയെ കൊണ്ടുവന്നിരുത്തത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാ. മേഘനയുടെ ഏത് ജന്മത്തെ പുണ്യം കൊണ്ടാണോ സത്യം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വിധി മേഘനയ്ക്കും മിഥുനും അനുകൂലമായിട്ടാ. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ അവരുടെ കല്യാണം നടന്നത്.
ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? എന്നിട്ട് എന്റെ മോളെ എപ്പോഴാ നിങ്ങൾ മാറ്റിയേ? അതിബുദ്ധി നിനക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് ഓർത്തോ. നിന്റെ മോള് പന്തലിൽ ഇരുന്നപ്പോ തന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. എടാ ഋഷി, എന്തെന്നാ ഇത്? നീ മുഖം എങ്ങനെ കുത്തി വീർപ്പിച്ചു വെക്കല്ലേ, ചെറുതായിട്ടൊന്ന് ചിരിച്ചു നിക്ക്. ചിരിക്കാനും മാത്രം വലിയ കാര്യമൊന്നും ഇവിടെ നടക്കുന്നില്ല. മാരേജ് ആടാ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വലിയൊരു ഇവന്റ്. അത് നിനക്കറിയോ? മരണവും ഒരിക്കൽ മാത്രമേ വരുള്ളൂ എന്നറിയാലോ. ഇതതാ. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? ഈ വളയെ അതിന്റെ കൂടെ ഇട്ടോ, സാരിക്ക് നല്ലോണം ചേരും. എടാ ഋഷി, എന്താ? നീ കല്യാണ പെണ്ണിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സൗന്ദര്യം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, കെട്ടുന്നവന്റെ അധോഗതി. ഞാൻ പറഞ്ഞ അതൊന്നും അല്ലടാ. അവിടെ ഇരിക്കുന്ന കല്യാണ പെണ്ണ് മേഘനയല്ലെന്ന് തോന്നുന്നു. അതെന്താ നിനക്ക് അങ്ങനെ തോന്നി? തോന്നലല്ലടാ, എനിക്ക് കുറച്ചു നേരമായിട്ട് സംശയമുണ്ട്. അതൊക്കെ നിന്റെ വെറും ഡൗട്ട് മാത്രമായിരിക്കും. അയ്യോ അല്ലടാ, ഞാൻ മേഘനയെ കാണാൻ പോയപ്പോ അവൾക്ക് വള കൊടുത്തിരുന്നു. അത് അവളുടെ കൈ ഞാൻ ഇട്ടു കൊടുത്തതോ. അതൊന്നും ഇപ്പൊ അവളുടെ കയ്യിലില്ല. നോക്ക്, അഴിച്ചു വെച്ച് കാണും. സമ്മാനം കൊടുത്ത് എന്തിനാ അഴിച്ചു വെക്കുന്ന ഋഷി? എന്ന് വെച്ച് ആ ഇരിക്കുന്ന പെണ്ണ് മേഘന അല്ലേന്നൊരു സംശയം. വേറെ ആരെയോ കൊണ്ട് ഇരുത്തിയിരിക്കാന്നാ എന്റെ മനസ്സ് പറയുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ആ തലേ കിടക്കുന്ന ഷോൾ ഒന്ന് പൊക്കി നോക്കാം. അത് മേഘനയാണോ അല്ലെന്ന് അപ്പൊ മനസ്സിലാവുമല്ലോ. അതൊന്നും വേണ്ട. നമ്മൾ അങ്ങനെ വല്ലതും ചെയ്ത് ചിലപ്പോ നമ്മുടെ സംശയം തെറ്റിപ്പോയാലോ? അത് വലിയ ഇഷ്യൂ ആയി മാറും. പിന്നെന്താ ചെയ്യാ? എടാ നീ വാ, ഞാൻ പറയാം. എന്നാ വാ. പൂജ, ഇങ്ങോട്ട് നോക്കി. മേഘനെ, മേഘനെ, ഋഷി നീ പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. മേഘനെ, മേഘനെ. ഇതാ വെള്ളം. മേഘനെ, 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 എഴുന്നേക്ക് മേഘനെ. മേഘനെ, എന്താ നിനക്ക് പറ്റിയേ? നീ എങ്ങനെ ഇവിടെ വന്ന മേഘനെ? നീ ഇവിടെ ബോധം കെട്ടി കിടക്കുമ്പോ പന്തലിൽ ആരാ നിനക്ക് പകരം? എന്റെ അനുജത്തി ശാലിനിയാ. ശാലിനിയാണെന്നോ? അവളെന്തിനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മേഘനെ. മാംഗ്ലൂർ സിറ്റിയിൽ മിഥുന്റെ പേര് പറഞ്ഞ് പെണ്ണുങ്ങൾ മരിക്കാൻ തയ്യാറായി നടക്കുക. അങ്ങനെ ഒരു ചെറുക്കന് നീയോ? ഞാനാ മിഥുൻ ഇഷ്ടപ്പെട്ടത്, ഞാനാ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്. ഇതൊക്കെയാണ് ശരിക്കും നടന്നത്. സ്വന്തം അനുജത്തി നിന്നോട് എത്ര വലിയ ചതിയാ കാണിച്ചേ. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് കല്യാണം നടക്കുന്നിടത്തേക്ക് പോവാം. നടന്നത് എന്താണെന്ന് എല്ലാവരെയും അറിയിച്ച് രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അയ്യോ അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ചെയ്താ മിഥുനേട്ടനോടൊപ്പം എന്റെ കല്യാണം നടക്കുമായിരിക്കും. പിന്നീട് മിഥുനേട്ടന്റെ അച്ഛനും അമ്മയും എന്റെ അനുജത്തി ശാലിനിയെ ജീവനോടെ വെച്ചിക്കില്ല. അത് വളരെ വലിയ അപകടം ഉണ്ടാക്കാം. എന്റെ ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും ഒരു പേരുദോഷം ഉണ്ടാവരുത്. അവരാരുടെ മുന്നിൽ തല കുനിക്കരുത്. പക്ഷെ ഈ കല്യാണം നടക്കണ്ടേ മേഘനെ? അതിനെന്താ ചെയ്യാ? ഓക്കെ. ഋഷി, നീ ചെന്ന് പവർ ഓഫ് ചെയ്യ്. മേഘനെ, നീ എന്റെ കൂടെ വാ. ഈ ജനറേറ്റർ ഓൺ ചെയ്യാൻ ഇത്ര സമയം എടുക്കുന്ന എന്താ? ഇതൊക്കെ നേരത്തെ നോക്കി വെക്കേണ്ടതല്ലേ മോനെ വിവേകെ? ഒന്ന് പറയടാ. എടാ വിവേക്, നീ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചേ.
ഇപ്പം മനസ്സിലായോ കളി? ആ, കറണ്ട് പോയ 2 നിമിഷത്തിനുള്ളിൽ നിങ്ങൾ ഇത്രയൊക്കെ ഒപ്പിച്ചോ? ഒപ്പിക്കാണ്ട് വഴിയില്ലല്ലോ. മേഘനയുടെ ജീവിതം തകർക്കാൻ നീ ശ്രമിച്ചപ്പോ ഞങ്ങൾ അതൊന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതാ. തെറ്റ് പറ്റിപ്പോയി മോളെ. ഇക്കാര്യങ്ങളൊക്കെ മറ്റാരും അറിയാതെ നോക്കിക്കോണേ. നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ. ഞങ്ങളാരും അത്രയ്ക്ക് സംസ്കാരമില്ലാത്തവരല്ല. മേഘന നിങ്ങളെ പെറ്റമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. നിങ്ങൾ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും നിങ്ങൾക്ക് പേരുദോഷം ഉണ്ടാക്കരുതെന്ന് അവള് പറഞ്ഞത്. പക്ഷെ നിങ്ങളാണ് ഇതിന്റെയൊക്കെ പുറകിലെന്ന സത്യം അവൾ അറിയുന്നില്ലല്ലോ. അറിഞ്ഞാൽ അത് അവൾക്ക് സഹിക്കാനും പറ്റില്ല. അതുകൊണ്ടാ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടുന്നത്. ഇനി മേഘനയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നോക്കിയാ ഈ മംഗലാപുരത്തുനിന്ന് തന്നെ നിങ്ങൾ ഓടേണ്ടി വരും. സൂക്ഷിച്ചു. മുത്തശ്ശ, മോളെ മേഘനെ, ഇന്നത്തോടുകൂടി അച്യുതം കണ്ട സ്വപ്നവും എന്റെ ആഗ്രഹവും രണ്ടും നിറവേറിയിരിക്കാം മോളെ. നിന്നെ വേഷത്തിൽ കണ്ട് അച്യുതന്റെ ആത്മാവ് എവിടെയെങ്കിലും ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും മോളെ. പരസഹായം നിന്റെ സ്വഭാവത്തിലുള്ളതാ. സഹാനുഭൂതി നിന്റെ സ്വഭാവ. കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കുക എന്നുള്ളത് നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുക മോളെ. എന്നാൽ ഇതിനേക്കാളൊക്കെ നിന്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് അച്യുതൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും വിസ്മരിക്കരുത് മോളെ. മോനെ മിഥുനെ, കണ്ണിലെ കൃഷ്ണമണി പോലെ നീ അവൾക്ക് കൂട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവളുടെ കണ്ണുകൾ ഈർന്നണിയില്ല എന്ന് എനിക്കറിയാം. ഈ കണ്ണുകളെ നീ നിന്റെ കൈക്കുമ്പിളിൽ പൊന്നുപോലെ കൊണ്ടു നടക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മോനെ. മേഘനയെ ജീവനെ പോലെ നോക്കിക്കൊള്ളാം മുത്തശ്ശ. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അരുണിമേ, എന്റെ കൊച്ചുമോള് മേഘന, കൊച്ചുകുട്ടിയ മോളെ, വല്ല അബദ്ധവും കാണിച്ചാ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. മറിച്ച് തെറ്റ് പറ്റിയാൽ അവളോട് ക്ഷമിക്ക. എന്റെ മോള് അമ്മയില്ലാത്ത കുട്ടിയാന്ന് ഓർത്താ മതി. രാജയോഗമൊന്നുമില്ലെങ്കിലും സമാധാനമുള്ളൊരു ജീവിതം കൊടുത്താൽ മതി. ഇനി എന്നും മേഘന ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയോ. അവളെ കുറിച്ച് ഇനി നിങ്ങൾ ആരും ചിന്തിക്കണ്ട. അവൾക്കിവിടെ ഒരു കുറവുകളും ഇല്ലാതെ നോക്കേണ്ടത് എന്റെ കടമയാ.
സത്യാണ്. മേഘനയെ പോലെ ഭാഗ്യവതിയായ ഒരു കുട്ടിയെ ഞങ്ങൾ നഷ്ടപ്പെടുത്തുവോ? കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ നോക്കും. അതോർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. എനിക്കിത് മതി. ഞാൻ സമാധാനമായിട്ട് പോയിക്കൊള്ളാം. എനിക്കിത് മതി. മിഥുൻ, ഇന്ന് നമുക്കും പുറപ്പെടാം. എന്നാ വരൂ. മേഘനെ, നടക്ക. ചേച്ചി 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 നാളെ കല്യാണം കഴിച്ച് ആ ചേട്ടന്റെ വീട്ടിലേക്ക് പൊക്കളയുമല്ലേ? ഇനി തൊട്ട് ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല അല്ലേ? ചേച്ചി ഞങ്ങളെയും കൂടി ചേച്ചിയുടെ കൂട്ടത്തിൽ കൊണ്ടുപോവില്ല ചേച്ചി. ഞങ്ങളും വരും ചേച്ചി, പ്ലീസ് ചേച്ചി. നിങ്ങളെ തനിച്ചാക്കി എവിടേക്കും പോകുന്നില്ല നിതിൻ. പിന്നൊരു ദിവസം വന്ന് എന്റെ കൂടെ നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കോളാം ചേച്ചി. നിന്റെ ചേച്ചി പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളത്. കുറച്ചു ദിവസം കഴിഞ്ഞു വന്ന് നിങ്ങളെ രണ്ടുപേരെയും ചേച്ചിക്കൊപ്പം കൂട്ടിക്കൊള്ളും. അതുപോലെ